ഹായ്, ഹലോ, നമസ്കാരം. അനിരുദ്ധാണ്. നമ്മളെല്ലാവരും ആവേശത്തോടുകൂടി കാത്തിരുന്ന മലയാളം ബിഗ് ബോസ് സീസൺ 7 ലോഞ്ചിങ് എപ്പിസോഡ് ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ആ എപ്പിസോഡിന്റെ ചെറിയ റിവ്യൂ ആയിട്ടാണ് ഇപ്പൊ ഞാൻ വന്നത്. എല്ലാ ലോഞ്ചിങ് എപ്പിസോഡിലും ലാലേട്ടൻ ചെയ്യുന്നത് പോലെ തന്നെ ബിഗ് ബോസ് വീടിന്റെ പരിചയപ്പെടുത്തലായിരുന്നു ആദ്യം നടന്നത് കേട്ടോ. ഈ ബിഗ് ബോസിന്റെ പ്രത്യേകത എന്താണ്? സ്വന്തമായിട്ട് മലയാളം ബിഗ് ബോസിന് സ്വന്തമായിട്ട് ഒരു വീടുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ്. അതും വളരെ രസമുള്ള ഒരു വീടാണ് കേട്ടോ. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് സെറ്റ്, ഒന്നും പറയാനില്ല, സൂപ്പർ ആയിരുന്നു. ഇനി നമുക്ക് മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള കണ്ടസ്റ്റൻസിലേക്ക് പോകാം. ആദ്യമായിട്ട് മലയാളം ബിഗ് ബോസ് സീസൺ 7 വീട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് ഒരു കോമണർ ആണ് കേട്ടോ. അനീഷ് എന്നാണ് പേര്. പുള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ തോന്നിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കഴിഞ്ഞ സീസണിലെ രതീഷേട്ടൻ ഉണ്ടല്ലോ, രതീഷേട്ടൻ തൃശ്ശൂരിൽ നിന്ന് വന്ന രതീഷേട്ടന്റെ ഒരു മിനിയേച്ചർ രൂപമായിട്ടാണ് ഫീൽ ചെയ്ത് കേട്ടോ. കാണുന്ന വള്ളിയൊക്കെ പിടിക്കുന്നുണ്ട് ഇന്ന് തന്നെ. അപ്പം 2 ദിവസം കഴിഞ്ഞാൽ അറിയാം എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. രണ്ടാമതായിട്ട് വീട്ടിലേക്ക് കയറുന്നത് അനുമോളാണ് കേട്ടോ. അനുമോള് നല്ല കോൺഫിഡന്റ് ആയിട്ട് കയറിയതുപോലെ തോന്നി. നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഫീൽ ചെയ്ത് നന്നായി കളിക്കാൻ കഴിയട്ടെ എന്ന് വിചാരിക്കുന്നു. മൂന്നാമതായിട്ട് വീട്ടിലേക്ക് കയറിയത് ഒരു മോഡലാണ്, ആര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. 2-3 മലയാളം സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മോഡലിംഗ് രംഗത്തൊക്കെ നന്നായിട്ട് നിൽക്കുന്ന ഒരു പയ്യനാണ് ആര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള പയ്യൻ. നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഫീൽ ചെയ്തു. ഫസ്റ്റ് ഒരു ഫയറൊക്കെ ഉണ്ട്, ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. നാലാമതായിട്ട് വീട്ടിലേക്ക് കയറുന്നത് സരിക, കലാഭവൻ സരിക എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ആണ്. അതും കുഴപ്പമില്ലാത്തൊരു ടീമാണെന്ന് തോന്നുന്നു. നമുക്ക് ഫസ്റ്റ് ഡേ ആണല്ലോ, എന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എങ്കിലും കുഴപ്പമില്ലാത്ത കണ്ടസ്റ്റൻസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അഞ്ചാമതായിട്ട് വീട്ടിലേക്ക് കയറുന്നത് അക്ബർ ഖാൻ ആണ്. ഐഡിയ സ്റ്റാർസിംഗറിലൂടെയൊക്കെ വന്നിട്ടുള്ള സിംഗറാണ് അക്ബർ ഖാൻ. പുള്ളിയും കുഴപ്പമില്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് എന്ന് തോന്നുന്നു. ആറാമതായിട്ട് അതിൽ വരുന്നത് RJ ബിൻസി ആണ്. ബിൻസി റേഡിയോ ജോക്കിയാണ്, ആക്റ്റീവ് ആണെന്ന് തോന്നുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് പുള്ളിക്കാരി നന്നായിട്ട് പെർഫോം ചെയ്യുമോ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് കാണാം. പുതിയ ആൾക്കാരാണ്, നമ്മൾക്ക് ഒരുപാട് പരിചയമില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ കൊണ്ട് നമുക്ക് നല്ലതാണോ നല്ല ഫയറാണോ ഒന്നും പറയാൻ കഴിയത്തില്ല. ഫസ്റ്റ് ഡേ ആണല്ലോ. അപ്പം വന്ന കുഴപ്പമില്ല എന്ന് ഒരു ഫീൽ, ഒരു പോസിറ്റീവ് ആണ് കേട്ടോ. എല്ലാ കണ്ടസ്റ്റന്റ് നമുക്ക് കയറിയിട്ടുള്ള മൊത്തം 20 പേരെങ്ങാണ്ട് കയറിയിട്ടുണ്ട്. 20 പേരിൽ 19 കണ്ടസ്റ്റൻസ് ആണ്, 20 പേര് കയറിയിട്ടുണ്ട്. അപ്പം വന്നിട്ടുള്ളവരില് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് ഫീൽ ചെയ്തത്. ഇനിയിപ്പോ നമുക്ക് അടുത്ത ആഴ്ചകളിൽ അവരുടെ പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. RJ ബിൻസിക്ക് ശേഷം വീട്ടിലേക്ക് കയറിയത് ഒനിയൽ സാബു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ് കേട്ടോ. ട്രാവലറാണ്, കുക്കറി ഷോയോ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്ന അത്യാവശ്യം നല്ലൊരു കണ്ടസ്റ്റന്റ്, നല്ല ഗട്സ് ഉള്ള ഒരു മെയിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് ഫീൽ ചെയ്തു. എന്താവും എന്നുള്ളത് നമുക്ക് വഴിയെ അറിയാം. ഒനിയൽ സാബുവിന് ശേഷം നമ്മുടെ സീരിയൽ ആക്ടേഴ്സ്, അതായത് ഏതാ സീരിയൽ, ഞാൻ സീരിയലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. സീരിയൽ ആക്ടേഴ്സ് ബിന്നി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെങ്കൊച്ചാണ് കേട്ടോ കയറിയത്. കുഴപ്പമില്ല, നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഫീൽ ചെയ്ത്. അറിയില്ല, ഫസ്റ്റ് ഡേ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അഭിലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ഹാൻഡിക്കേപ്ഡ് ആണ് പുള്ളി, കാലിന് കുറച്ച് വയ്യാത്ത ഒരാളാണ്. എങ്കിലും ഫയറാണ്, കുഴപ്പമില്ല, നന്നായിട്ട് അടിച്ചു നിൽക്കുമെന്ന് വിചാരിക്കുന്നു. കോമണർ കണ്ടസ്റ്റന്റിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം എന്താ പറഞ്ഞാല് പുള്ളി വരുന്നത് തന്നെ സ്ത്രീവിരുദ്ധതയൊക്കെ പറഞ്ഞുകൊണ്ടാണ്, സ്ത്രീവിരുദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കയറിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ അയാൾ എന്തൊക്കെയാ പറയാൻ പോകുന്നത്, എന്തൊക്കെയാ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്കിപ്പോ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് വഴിയെ കാണാം. അഭിശ്രീ വന്നതിന് ശേഷം വരുന്നത് രഹ്ന ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ്. ചെറിയൊരു കുട്ടിയാണ്, 19 വയസ്സുള്ള ചെറിയൊരു പെങ്കൊച്ചാണ്. അറിയില്ല, പുതിയ ഫേസ് ആണ്. നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാറുണ്ട്, റീൽസിലൊക്കെ കാണാറുണ്ട്, അല്ലാതെ നമുക്ക് വലിയ അറിവൊന്നുമില്ല. എങ്കിലും നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് തോന്നുന്നു. അതിനുശേഷം ഒരു സീനിയർ ആക്ടറാണ് മുൻഷി രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള മുൻഷി പരിപാടി, ഏഷ്യാനെറ്റിലോ ഏതോ ചാനലില് മുൻഷി പരിപാടി, ഫേമസ് ആയിട്ടുള്ള പരിപാടി അവതരിപ്പിക്കുന്ന മുൻഷി രഞ്ജിത്ത് ആണ്. അത് കഴിഞ്ഞിട്ട് മുൻഷി രഞ്ജിത്തിന് ശേഷം 12ാമതായിട്ട് വന്നത് നമ്മൾ ഒരു ഹിന്ദി ബിഗ് ബോസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു എന്താ ജിസേൽ സക്ര, ഫസ്റ്റ് പേരൊന്നും അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ. ജിസേൽ സക്രത്ത് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പെങ്കൊച്ചാണ്. ഹിന്ദി ബിഗ് ബോസിലെ എക്സ് കണ്ടസ്റ്റന്റ് ആണ്. പിന്നെ അതിനുശേഷം കയറിയത് 13ാമത്തെ ആളായിട്ട് കയറുന്നത് നമ്മുടെ VJ ഷാരികയാണ്.
ഷാരികയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര കത്തി നിന്ന ഹോട്ട് സീറ്റ് ഇന്റർവ്യൂസിലൂടെയൊക്കെ ഭയങ്കരമായിട്ട് കത്തി നിന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഉണ്ടായിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ്. പുറത്ത് നെഗറ്റീവ് ആയിട്ട് ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അവരുടെ പോസിറ്റീവ് വശങ്ങൾ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പക്ക നെഗറ്റീവ് ആയിട്ട് പുറത്ത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ട് ഇങ്ങനെ ആളുകൾ തെറി വിളിച്ചിട്ടും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ബാഡ് കമന്റ്സ് ഒക്കെ വരുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വശവും കാണുമ്പോൾ എല്ലാവരും സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു. 14ാമതായിട്ട് വീട്ടിലേക്ക് കയറുന്നത് നമ്മുടെ സീരിയൽ ആക്ടർ ഷാനവാസ് ആണ് കേട്ടോ. കുങ്കുമപ്പൂവ് അങ്ങനെയുള്ള സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഷാനവാസ് മെയിൽ കണ്ടസ്റ്റൻസിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതോ കഴിഞ്ഞ സീസണുകളൊക്കെ ഉണ്ടായിരുന്ന പോലെ ഷിജുവിനെ പോലെയൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് പോകുമെന്ന് അറിയത്തില്ല. എങ്കിലും നല്ലൊരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് കുഴപ്പമില്ല എന്ന് തോന്നി. നമ്മുടെ കോമൺ ആയിട്ട് വന്നിട്ടുള്ള അനീഷുമായിട്ടൊക്കെ കുറച്ച് ഓർക്കുന്നതായിട്ട് ഫീൽ ചെയ്ത്. പിന്നെ നവീൻ ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാഷൻ കൊറിയോഗ്രാഫർ കയറി കേട്ടോ. ഒരു 15ാമത്തെ കണ്ടസ്റ്റന്റ് ആയിട്ട് നവീൻ ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ജാൻമണിയുടെ കൂടെയൊക്കെ ഫാഷൻ കൊറിയോഗ്രാഫറൊക്കെ ആയിട്ടൊക്കെ അവരുടെയൊക്കെ ആ ഒരു ഗ്രൂപ്പിൽ കണ്ടിട്ടുള്ള ഒരാളാണ് നവീൻ ജോർജ് എന്ന് പറഞ്ഞിട്ടുള്ള. ആദില നോറ എന്ന് പറയുന്നത് ലെസ്ബിയൻ കപ്പിൾസ് ആണ് കേട്ടോ. കുറെ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ ന്യൂസിലൊക്കെ ഒത്തിരി കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള, പുറത്ത് വളരെ ലെസ്ബിയൻ കപ്പിൾസ് എന്ന രീതിയിൽ ഫേമസ് ആയിട്ടുള്ള രണ്ടുപേരാണ് ആദിലയും നോറയും. അവരും നല്ല സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നോക്കാം നമുക്ക് നന്നായിട്ട് ചെയ്യോ അതോ എങ്ങനെയാ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് 17ാമത്തെ മത്സരാർത്ഥിയായിട്ട് കയറുന്നത് ഒരു അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷം എന്നങ്ങാണ്ട് പേര് പറഞ്ഞു. പേര് കൃത്യമായിട്ട് മനസ്സിലായില്ല. ശൈത്യ സന്തോഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. പിന്നെ 18ാമത്തെ ആളാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാള്. ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാല് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ റീലുകളുടെ പെരുമഴയാണ്. അങ്ങനെ വളരെ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഫീൽ ചെയ്ത ഒരാളാണ് രേണുസുതിയാണ് 17ാമത്തെ ആളായിട്ട് കയറുന്നത്. ആ സിനിമയില് അത്യാവശ്യം നല്ലൊരു പേരൊക്കെയുള്ള അഫ്സാനി ശരത്ത് ആണ് അവസാനമായിട്ട് വീട്ടിലേക്ക് കയറുന്നത്. വീട്ടിൽ കയറിയ കണ്ടസ്റ്റൻസിന് അന്നത്തെ ദിവസം തന്നെ ഈ പ്രൊമോയിലൊക്കെ പറഞ്ഞതുപോലെ 7ന്റെ പണി കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ അല്ലെങ്കിൽ ബിഗ് ബോസ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് കയറുന്നതിന് മുന്നേ തന്നെ ഒരു ടാസ്ക് വെച്ചായിരുന്നു. അതായത് ഒരു പോഡിയത്തില് ഒരു കോയിൻ എന്താ പറയാ മെഡല് കഴുത്തിലിട്ടിട്ട് കൈവയ്ക്കുന്ന ഒരു ടാസ്ക്. ആ ടാസ്കിന്റെ വിന്നറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 3 പേർക്ക് എല്ലാ ഡ്രസ്സും ബിഗ് ബോസ് അലോ ചെയ്യും. ബാക്കിയുള്ളവർക്കൊക്കെ അത്യാവശ്യം വേണ്ട ഒരു ദിവസത്തേക്ക് വേണ്ട അല്ലെങ്കിൽ യൂണിഫോം ആയിട്ടുള്ള ഡ്രസ്സ് മാത്രമാണ് ബിഗ് ബോസ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആ ടാസ്കിൽ വിജയിച്ച 3 പേർക്ക് ഒരു സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അത് മോഷ്ടിക്കുന്നവർക്ക് ഈ എന്താ പറയുക പ്രിവിലേജ് തിരിച്ചു കിട്ടുന്ന രീതിയിൽ ഒരു ടാസ്ക് ആണ് ഇപ്പൊ നടന്നുകൊണ്ട്. ഫസ്റ്റ് ഡേ തന്നെ കൊടുത്തേക്കുവാണ് ടാസ്ക്. രാത്രി തന്നെ നല്ല അടി നടക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിനകത്ത്. മെയിൻ ആയിട്ട് ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആണ്. എനിക്ക് പറയാനുള്ളത്, നമ്മള് നെഗറ്റീവായിട്ട് കണ്ടിരുന്ന രേണുസുതിയും മറ്റേ വിജയ് ഷാരികയൊക്കെ വളരെ ഡീസന്റ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള കുറച്ച് ലേഡി കണ്ടസ്റ്റൻസ് മൊത്തം അടിയാണ് വീട്ടിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുടി പിടിച്ച് വലിക്കലും ഭയങ്കര കബഡി മത്സരമൊക്കെ നടക്കുന്നുണ്ട്. മെയിൽ കണ്ടസ്റ്റൻസ് അങ്ങനെ അടിയൊന്നും ഉണ്ടാക്കുന്നില്ല, എങ്കിലും ചെറിയ രീതിയിലുള്ള കശവിച്ചൊക്കെ ഫസ്റ്റ് ഡേ രാത്രി തന്നെ നടക്കുന്നുണ്ട്. നമുക്ക് നാളത്തെ എപ്പിസോഡിലായിരിക്കും അതിന്റെ വിശദമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പം നാളത്തെ എപ്പിസോഡ് നമുക്ക് നല്ല ചൂടുള്ള വിഭവങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. കാരണം രാത്രി നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട് വീടിനകത്ത്. ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലേഡീസ് നമ്മൾ ഭയങ്കരമായിട്ട് ഈ കോയിൻ തട്ടിപ്പറിച്ചെടുക്കാനായിട്ട് അവർക്ക് നാളത്തേക്ക് ഒരാൾക്ക് ഡ്രസ്സ് കിട്ടണമെങ്കിൽ ഈ കോയിൻ തട്ടിപ്പറിച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ അതിനായിട്ടുള്ള ഭയങ്കര ബഹളമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാത്രിയൊക്കെ. അപ്പൊ നാളെ എപ്പിസോഡിൽ നമുക്കതെല്ലാം കാണാം. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. പിന്നെ ലൈവ് ഞാൻ കുറച്ചു നേരം കണ്ടായിരുന്നു. ലൈവിലും ഉണ്ടായിരുന്ന ഒരു സംഭവം ഇതാണ്. ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ ഈ സ്റ്റാറിന് വേണ്ടിയിട്ടുള്ള കടിപിടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നന്നായി കളിക്കുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഡേ അല്ലേ, നമുക്കൊരു 2 ദിവസം കൊടുക്കാം. ആരൊക്കെയാണ് മുന്നോട്ട് ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാവും ഇത് ഈ സീസണിലെ വിന്നർ ആരാണെന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും. അപ്പം എന്താണ് സംഭവിക്കാന്ന് നോക്കാം.